പന്തീരങ്കാവ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ കീഴിൽ വിവിധ സ്ഥലങ്ങളിലേക്കായി 40ഓളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ വ്യാഴാഴ്ച സർവീസ് നടത്തുന്നത് ഉടമകൾക്കും തൊഴിലാളികൾക്കുമുള്ള വരുമാനത്തിന് വേണ്ടിയല്ല. പെരുമണ്ണ വള്ളിക്കുന്നിലെ അർജിത്ത് എന്ന 6 മാസം പ്രായമുള്ള കൊച്ചുകുഞ്ഞിന് വേണ്ടിയാണ്. കുഞ്ഞുമോന്റെ ഒരു ഓപ്പറേഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വള്ളിക്കുന്ന് പ്രദേശത്തിന് വരാണ്. കുട്ടികളെ മുന്നിൽ യാചിക്കുകയാണ്. കഴിവിന്റെ പരമാവധി ഒന്ന് സഹായിക്കണം. പെരുമണ്ണ വള്ളിക്കുന്നിലെ അർജിത്ത് എന്ന 6 മാസം പ്രായമുള്ള കൊച്ചുകുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പണത്തിനായാണ് വ്യാഴാഴ്ചത്തെ സർവീസ് പന്തീരങ്കാവ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മാറ്റിവെച്ചത്. കരൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അർജിത്തിന്റെ ജീവൻ നിലനിർത്താനാവുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതിനായി 60 ലക്ഷം രൂപയാണ് വേണ്ടത്. കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ സംഖ്യ. ഇക്കാര്യം അറിഞ്ഞാണ് പന്തീരങ്കാവ് മിനി ബസ് കൂട്ടായ്മ കാരുണ്യയാത്ര എന്ന പേരിൽ വ്യാഴാഴ്ച സർവീസ് നടത്തുന്നത്. ബസ്സുടമകളും ജീവനക്കാരും വലിയ പ്രതിസന്ധിയിലാണെങ്കിലും അർജിത്ത് മോന്റെ ജീവന് വേണ്ടി നാടിനൊപ്പം ചേരുകയായിരുന്നു എല്ലാവരും. നമ്മുടെ പന്തീരങ്കാവ് പ്രദേശത്ത് വള്ളിക്കുന്ന് താമസിക്കുന്ന അർജിത്ത് മോൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് 6 മാസം മാത്രമേ പ്രായമുള്ളൂ. 6 മാസം പ്രായമുള്ള ഈ കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതിലേക്ക് ഏതാണ്ട് 60 ലക്ഷം രൂപയുടെ അടുത്തോളം ചെലവ് വരുന്നുണ്ട്. ഈ 60 ലക്ഷം രൂപ നാട്ടില് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് പിരിച്ചെടുക്കുകയാണ്. യൂട്യൂബിലൂടെ നടക്കുന്നത് എത്രത്തോളം കിട്ടും എന്നുള്ളത് കാത്തിരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ചികിത്സ എത്രയും പെട്ടെന്ന് നടത്തത് കൊണ്ട് ബസ്സുകാരെ സമീപിച്ചപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമ്മളത് ഏറ്റെടുത്തു. 40ഓളം ബസ്സുകൾ ഇന്ന് ഈ റൂട്ടിലൂടെ ഈ വിഷയത്തിനുമായി രാമനാട്ടുകര പന്തീരങ്കാവ് മെഡിക്കൽ കോളേജ് റൂട്ടിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ കീഴിൽ നമ്മൾ കൂട്ടായ്മയോടെ ഓണർമാര് ജീവനക്കാർ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിട്ട് ഒരു സംവിധാനം ചെയ്ത് ഇന്ന് നമ്മൾ റോഡിൽ നിന്ന് പിരിവെടുക്കുന്നുണ്ട്. വ്യാപാരികളിൽ നിന്ന്, നല്ലവരായ യാത്രക്കാരിൽ നിന്ന് എല്ലാവരും പിരിവെടുത്തിട്ട് ഇന്നത്തെ വേതനം, ജോലിക്കാരുടെ വേതനം വരെ മാറ്റിവെച്ചിട്ട് ഈ കുഞ്ഞിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. നോട്ടീസ് പതിച്ച ബക്കറ്റുമായി ജീവനക്കാരെത്തുമ്പോൾ ബസ്സിലെ യാത്രക്കാരും മനസ്സറിഞ്ഞ് നൽകുന്നുണ്ട്. ഇതിന് സമാനമായ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പ്രവർത്തകർ ഇനിയും സമൂഹത്തിന്റെ പ്രയാസമറിഞ്ഞ് അർജിത്ത് മോനെ പോലെ സഹായം വേണ്ടവർക്ക് താങ്ങായി നിൽക്കുമെന്ന് അറിയിച്ചു. നമ്മുടെ ഒരു കുഞ്ഞുമോന്റെ ഒരു ഓപ്പറേഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വള്ളിക്കുന്ന് പ്രദേശത്തിന് വരാണ്. കുട്ടികളെ മുന്നിൽ യാചിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.